പാലക്കാട് എ ശ്രീനിവാസൻ വധക്കേസിൽ പ്രതി ഷാഹുൽ ഹമീദ് അറസ്റ്റിൽ. പ്രതിയെ കൊച്ചി NIA കോടതിയിൽ ഹാജരാക്കി. ഒമാനിലേക്ക് കടന്ന പ്രതിയെ ഇന്റർപോൾ സഹായത്തോടെയാണ് കസ്റ്റഡിയിൽ എടുത്തത്. ഗൂഢാലോചന, പ്രതികളെ ഒളിപ്പിക്കൽ, താമസിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ NIA കണ്ടെത്തിയിരുന്നു. ജിജീഷ് കരുണാകരൻ ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി. ജിജീഷ്, പറയൂ. രോഹിണി, ഇന്നലെയാണ് ഷാഹുൽ ഹമീദിനെ NIA സംഘം കസ്റ്റഡിയിലെടുക്കുന്നത്. ഇയാളെ ഒമാനിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് കൊച്ചി വിമാനത്താവളത്തിൽ എത്തിക്കുകയുമായിരുന്നു. ലുക്കൌട്ട് നോട്ടീസ് അടക്കം സർക്കുലർ അടക്കം പുറപ്പെടുവിച്ചിരുന്നു. കേസിൽ 55-ാം പ്രതിയാണ്. ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്ന് കൃത്യമായ തെളിവുകൾ സഹിതം ദേശീയ അന്വേഷണ ഏജൻസിക്ക് വ്യക്തമായിരുന്നു. ഈ കേസിലാകെ 71 പ്രതികളാണ് ഉള്ളത്. ഒരുമിച്ചാണ് ഭീകരവാദ കേസും ഒപ്പം തന്നെ രാജ്യദ്രോഹ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിവിധ രാജ്യദ്രോഹ ഭീകരവാദ കേസുകളും PFI കേസുകളും ഒപ്പം തന്നെ RSS പ്രവർത്തകനായ പാലക്കാട്ടെ RSS പ്രവർത്തകനായ A ശ്രീനിവാസൻ കൊലപാതക കേസും ഒരുമിച്ചാണ് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിച്ചത്. ഈ കേസുകളിലാകെ 71 പ്രതികളാണ് ഉള്ളത്. ഇതിൽ 55-ാം പ്രതിയാണ് ഷാഹുൽ ഹമീദ്. ഈ 7 പ്രതികളെ കൂടി കിട്ടാനുണ്ട് അന്വേഷണ സംഘത്തിന്. 8 പേർ ഒളിവിൽ കഴിയുകയായിരുന്നു. ഇതിനിടയിലാണ് 2 വർഷത്തോളം ഒളിവിൽ കഴിഞ്ഞിരുന്ന ഷാഹുൽ പിടിയിലാകുന്നത്. ഇനി 7 പ്രധാനപ്പെട്ട കണികളെ കൂടി അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം പിടികൂടാനുണ്ട്. വിവിധ സമയങ്ങളിൽ ഗൂഢാലോചനയിൽ പങ്കാളികളായ ആളുകളും നേരിട്ട് കൃത്യത്തിൽ പങ്കാളികളായ ആളുകളും എല്ലാം തന്നെ പല ഘട്ടങ്ങളിലായി അന്വേഷണ സംഘത്തിന്റെ പിടിയിലായിരുന്നു. മതഭീകരവാദികൾ ആസൂത്രിതമായി തന്നെ നടത്തിയ ഒരു കൃത്യമായിരുന്നു, കൊലപാതകമായിരുന്നു A ശ്രീനിവാസന്റെ കൊലപാതകം. വിവിധ ഭാഗങ്ങളിൽ വെച്ച് ആസൂത്രണങ്ങൾ നടന്നിട്ടുണ്ട്. നിരോധിത ഭീകര സംഘടനയായ PFIയുടെ നേതാക്കളിൽ പലരും നേരിട്ട് തന്നെ ഈ കൃത്യത്തിൽ പങ്കാളികളായിട്ടുണ്ട് എന്നും അന്വേഷണ സംഘത്തിന് വ്യക്തമായിരുന്നു.